IPO വിപണിയിൽ പണം സമാഹരിക്കാനെത്തുന്ന കമ്പനികളുടെ തിരക്കാണ്. സെപ്റ്റംബറിൽ മാത്രം വിപണിയിലെത്തിയത് 12 IPOകളാണ്. IPO അലേർട്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സിന്റെ IPOനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. So let's check out the fundamentals, financials and IPO details. Welcome to IPO Alerts. കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ 1982 സ്ഥാപിതമായ ഗാർഗ് ഫാമിലിയുടെ ഉടമസ്ഥതയിലുള്ള ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് പ്രധാന വ്യവസായങ്ങൾക്കായുള്ള വെൽഡിംഗ് കൺസ്യൂമബിൾസ്, വെയർ, പ്ലേറ്റ്സ് ആൻഡ് പാർട്സ്, ഹെവി മെഷീനറി എന്നിവയുടെ നിർമ്മാതാക്കളാണ്. 4 പതിറ്റാണ്ടിലേറെ കാലത്തെ അനുഭവ സമ്പത്തുള്ള കമ്പനി ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് വിപണിയിലെ ക്ലയന്റുകൾക്ക് എഞ്ചിനീയറിംഗ് സർവീസ് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹെവി മെഷീനറികൾക്കും ഉപകരണങ്ങൾക്കുമായി കമ്പനി കസ്റ്റം മെയ്ഡ് റിപ്പയർ, റീഫർബിഷ്മെന്റ് സേവനങ്ങളും നൽകുന്നുണ്ട്. കൂടാതെ ആന്റിവയർ പൗഡറുകളുടെയും വെൽഡിംഗ്, കട്ടിംഗ് ഉപകരണങ്ങളുടെയും വ്യാപാരത്തിലും കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ സൂപ്പർ കണ്ടീഷനിംഗ് പ്രോസസ് സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇത് മെഷീനറികളുടെ കാപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കുകയും മെഷീൻ ലൈഫ് മെച്ചപ്പെടുത്തുകയും ഉൽപാദന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ്. കമ്പനിക്ക് 4 നിർമ്മാണ യൂണിറ്റുകളാണുള്ളത്. അതിൽ 3 യൂണിറ്റുകൾ നാഗ്പൂർ ഇൻഡസ്ട്രിയൽ ഏരിയ, ഹിംഗന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങളുടെ മാനുഫാക്ചറിങ്ങും പ്രോസസ്സിംഗും നടക്കുന്ന 4ാമത്തെ യൂണിറ്റ് നാഗ്പൂരിലെ ഗാബ്രിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കമ്പനിയുടെ 90%-ലധികം ബിസിനസ്സും ആഭ്യന്തര വിപണിയിൽ നിന്നും ബാക്കിയുള്ളത് കയറ്റുമതി വിപണിയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് IPOയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. ഇഷ്യൂവിലൂടെ 158 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇത് പൂർണ്ണമായും 94 ലക്ഷം ഓഹരികളുടെ ഫ്രഷ് ഇഷ്യൂസ് മാത്രമാണ്. സെപ്റ്റംബർ 26 ആരംഭിക്കുന്ന ഇഷ്യൂ 30 അവസാനിക്കുന്നത്. ഓഹരിയുടെ അലോട്ട്മെന്റ് ഒക്ടോബർ 1 പൂർത്തിയാവും. ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഒക്ടോബർ 3 ക്രെഡിറ്റ് ആവുന്നത്. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഹരികൾ NSE, BSE എക്സ്ചേഞ്ചുകളിൽ ഒക്ടോബർ 4 ലിസ്റ്റ് ചെയ്യും. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 159 രൂപ മുതൽ 168 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 88 ഓഹരികളാണ് ഉണ്ടായിരിക്കുക. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 14,784 രൂപയാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് 13 ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാം. ഇഷ്യൂവിന്റെ 50% യോഗ്യതയുള്ള സ്ഥാപന നിക്ഷേപകർക്കായി കമ്പനി മാറ്റിവെച്ചിട്ടുണ്ട്. NIA-കൾക്കായി 15%, റീറ്റെയിൽ നിക്ഷേപകർക്ക് 35% റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട്. 50,000 ഓഹരികൾ ജീവനക്കാർക്കായും കമ്പനി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് 8 രൂപ ഡിസ്കൗണ്ടിലായിരിക്കും കമ്പനി നൽകുക. IPOയിൽ നിന്നും ലഭിക്കുന്ന തുക നിലവിലെ ഉൽപാദന സൗകര്യത്തിന്റെ വിപുലീകരണം, ഹിംഗനയിലെ ഒരു പുതിയ നിർമ്മാണ സൈറ്റ് സ്ഥാപിക്കൽ, പ്രവർത്തന മൂലധന ആവശ്യകതകൾ, മറ്റ് വിവിധ കോർപ്പറേറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി കമ്പനി വിനിയോഗിക്കും. യൂണിസ്റ്റോൺ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് IPOയുടെ ലീഡ് മാനേജർ. ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇഷ്യൂവിന്റെ രജിസ്ട്രാർ. കമ്പനിയുടെ ഫൈനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനിയുടെ വരുമാനം കുതിപ്പിലാണ്. 2022 204.58 കോടി രൂപയുടെ വരുമാനമായിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് 2023 എത്തുമ്പോൾ 24.58% ഉയർന്ന് 254.87 കോടി രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 9.13% കുതിപ്പോടെ 278.14 കോടി രൂപയിൽ രേഖപ്പെടുത്തി. ഇതേ കാലയളവിലെ കമ്പനിയുടെ ചെലവ് നോക്കാം. 2022 187.96 കോടി രൂപയിൽ ഉണ്ടായിരുന്ന കമ്പനിയുടെ ചിലവ് 2023 24.24% ഉയർന്ന് 233.13 കോടി രൂപയിലെത്തി. ഇത് 2024 സാമ്പത്തിക വർഷത്തിൽ 5.34% വർധനയോടെ 245.58 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. അതേ കാലയളവിൽ കമ്പനിയുടെ ലാഭം ഉയർന്നു വരുന്നതായി കാണാം. 2022
17.04 കോടി രൂപയുടെ ലാഭത്തിലുണ്ടായിരുന്ന കമ്പനി 2023 സാമ്പത്തിക വർഷത്തിൽ എത്തുമ്പോൾ 29.93% വർധനയോടെ 22.14 കോടി രൂപയിലെത്തി. 2024 കമ്പനിയുടെ ലാഭം 39.11% ഉയർന്ന് 30.8 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. 2022 സാമ്പത്തിക വർഷത്തിൽ ഓഹരി ഒന്നിന് കമ്പനി നൽകിയിരുന്ന ലാഭം 6.08 രൂപയാണ്. ഇത് 2023 7.91 രൂപയായി ഉയർന്നിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 10.94 രൂപയായി കുതിച്ചുയർന്നു. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലേക്ക് കടക്കാം. റേഷ്യോ അനാലിസിസ് പ്രധാനമായും നോക്കുന്നത് സമാന കമ്പനികളുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യാനാണ്. മറ്റൊരു പ്രധാന കാരണം മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വളർച്ചയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാൻ കൂടിയാണ്. ആദ്യം നമുക്ക് കമ്പനിയുടെ ROE പോകാം. കമ്പനിയിലെ നിലവിലുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് ROE വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ കമ്പനിയുടെ ROE കുതിച്ചുയരുകയാണ്. കമ്പനിയുടെ ലാഭത്തിലെ വർധനയാണ് ഇതിനുള്ള പ്രധാന കാരണം. 2022 സാമ്പത്തിക വർഷത്തിലെ ROE 15.1% ഉയർന്നിരുന്നു. ഇത് 2023 എത്തുമ്പോൾ 16.86%. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ROE 18.52% കമ്പനി രേഖപ്പെടുത്തി. പ്രധാനമായും നോക്കേണ്ട മറ്റൊരു കാര്യമാണ് പാറ്റ് മാർജിൻ. കമ്പനിയുടെ വരുമാനത്തിന്റെ എത്രത്തോളമാണ് ലാഭം എന്നതാണ് പാറ്റ് മാർജിൻ കാണിക്കുക. 2022 കമ്പനിയുടെ പാറ്റ് മാർജിൻ 8.17% ആയിരുന്നു. 2023 ഇത് 8.56% എത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 10.79% കുതിച്ചുയർന്നു. കമ്പനിയുടെ കറന്റ് റേഷ്യോ ആണ് നോക്കേണ്ട മറ്റൊരു പ്രധാന മെട്രിക്. നിലവിലെ ആസ്തികൾ ഉപയോഗിച്ച് ഷോർട്ട് ടേം ഡെപ്റ്റ് മറികടക്കുന്നതിനുള്ള കമ്പനിയുടെ കാപ്പബിലിറ്റിയെ വിലയിരുത്തുന്ന ലിക്വിഡിറ്റി റേഷ്യോ ആണ് കറന്റ് റേഷ്യോ. അവസാന 3 വർഷത്തിൽ കമ്പനിയുടെ കറന്റ് റേഷ്യോ ഉയർന്നു വരുന്നുണ്ട്. 2022 1.69 ആയിരുന്ന റേഷ്യോ 2023 എത്തുമ്പോൾ 1.7 ആയി ഉയർന്നു. 2024 ഇത് 1.89 ആയി വീണ്ടും വർധന രേഖപ്പെടുത്തി. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിയാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് മോഡറേറ്റ് ആയിട്ടാണ് തുടരുന്നത്. ഒരു കമ്പനിയുടെ കടത്തെ അതിന്റെ ഇക്വിറ്റിയുമായി താരതമ്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക മെട്രിക് ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. 2022 റേഷ്യോ 0.2 ആയിരുന്നു. 2023 ഇത് 0.34 ആയി ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ എത്തുമ്പോൾ റേഷ്യോ 0.18 ആയി താഴ്ന്നു. IPOക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിച്ചാൽ മികച്ച പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുന്നേ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ്. മറ്റൊരു IPO അലേർട്സുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.